ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, സ്നേഹിതരെ, നമ്മൾ വീണ്ടും ദൈവവചനം സംബന്ധിച്ച് ചിന്തിക്കുവാൻ ഈ രാവിലെ കൂടി വന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസവും നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും ഒരു ശുഭദിനം നിങ്ങൾക്ക് വീണ്ടും ഞാൻ ആശംസിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ദൈവവചനം സംബന്ധിച്ച് തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായും നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നു എന്നെനിക്ക് വിശ്വാസമുണ്ട്. അപ്പം അങ്ങനെ ഇത് കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയം അതിന് തുറന്നു വരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞാൻ പറയുന്നു, ഇത് കേൾക്കുന്നവർ ഇതിൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് കൂടി നിങ്ങൾ അത് നിങ്ങളുടെ ലിങ്കിൽ കൊണ്ടുവരണം. നിങ്ങൾ അത് ലിങ്കിൽ കയറി ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിനു മുൻപുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് ലഭിക്കും. വിശേഷിച്ചും ഇന്ന് നമ്മൾ പറയുന്ന വിഷയം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്ന് മനുഷ്യവർഗത്തെ ഒന്നാകെ ജാതി മതഭേദമന്യേ അവരെ ഗ്രസിച്ചിരിക്കുന്ന വലിയ ഒരു ദുരുപദേശമുണ്ട്. സാത്താൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് മനുഷ്യനെ അവൻ്റെ കെണിയിൽപ്പെടുത്തുവാൻ, പിശാചിൻ്റെ വലയിൽ ആക്കുവാൻ അവൻ ആദ്യം മുതൽ കണ്ടെത്തിയ വലിയ ഒരു ദുരുപദേശമുണ്ട്. നിർഭാഗ്യവശാൽ എല്ലാ മനുഷ്യരും ആ കെണിയിൽ അകപ്പെട്ട് കിടക്കുകയാണ്. ഇത് മറ്റൊന്നുമല്ല, ഒന്ന് മനുഷ്യൻ മരിച്ചാലും മരിക്കുന്നില്ല, അവൻ്റെ ആത്മാവ് ഇങ്ങനെ അമർത്യമായി നിൽക്കുന്നു. അതിന് അങ്ങനെ ആയതുകൊണ്ട് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് പാപികൾക്ക് നിത്യദണ്ഡനമാണ് അവർ ദൈവം വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു നിത്യദണ്ഡനത്തിന്, നിത്യനരകത്തിന് വിധിക്കപ്പെട്ടവരാണ് മനുഷ്യർ. അപ്പോൾ അവിടുന്ന് ഈ ആയുസ്സിൽ യേശുവിനെ വിശ്വസിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രം ആ നിത്യ അഗ്നിയുടെ ദണ്ഡനത്തിൽ നിന്നും മോചനമുണ്ട്. ഇതാണ് ഇന്ന് ലോകം മുഴുവൻ പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ഈ പ്രഭാഷണ പരമ്പര തുടങ്ങിയ ആദ്യത്തെ 4 ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ ഒരു വിഷയമുണ്ട്. 2 വിഷയം. ഒന്ന്, മരണം എന്നാൽ എന്ത്, പിന്നെ ആത്മാവ് എന്നാൽ എന്ത്. ഈ 2 വിഷയങ്ങൾ ആദ്യത്തെ 4 ദിവസങ്ങളിൽ പ്രതിപാദിച്ച വിഷയമാണ്. ആ 2 വിഷയങ്ങൾ 4 ദിവസം കൊണ്ട് പ്രതിപാദിച്ച ആ 2 വിഷയങ്ങൾ, മരണം എന്നാൽ എന്ത് എന്നുള്ളതും ആത്മാവ് എന്നാൽ എന്താണ് എന്നുള്ളതും, ഇത് കൃത്യമായി നാം മനസ്സിലാക്കണം. എനിക്ക് വീണ്ടും അത് ആവർത്തിച്ചാൽ ഒന്ന് സമയം നഷ്ടം, രണ്ടാമത് ഇത് കേൾക്കുന്നവർക്ക് അത് വീണ്ടും ഒരു ആവർത്തന വിരസത ഉണ്ടാകാം. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഞാൻ ഈ മെട്രോ ചാനലിൽ കൂടി അല്ലാതെ യൂട്യൂബിൽ കൂടി ഈ വിഷയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നരക ഉപദേശം എന്താണ്, അത് വേദാനുസരണമാണോ എന്ന് രണ്ട് ദിവസങ്ങളിലായി ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ യൂട്യൂബിൽ തന്നെ മരണം എന്താണെന്നും ആത്മാവ് എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. ആ ലിങ്കിലേക്കും കൂടെ നിങ്ങൾ കയറുകയാണെങ്കിൽ വളരെ വിശദമായി ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. ഇത് വളരെ ശ്രദ്ധാപൂർവം നാം പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന, അങ്ങനെ അടിഞ്ഞു കൂടിക്കിടക്കുന്ന വലിയ ഒരു അന്ധവിശ്വാസമാണ് മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് അവനിൽ നിന്ന് പറന്നു പോവുക, അതാണ് മരണം. എന്നാൽ യഥാർത്ഥമായ മരണം എന്താണ്? ഞാനൊന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ മരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ജീവശക്തി നഷ്ടപ്പെടുന്നതാണ്. അല്ലാതെ മനുഷ്യന്റെ ആത്മാവ് പറന്നു പോകുന്നതല്ല. മനുഷ്യന്റെ ശരീരവും ജീവശക്തിയും ചേരുമ്പോഴാണ് അവൻ ആത്മാവാകുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ഒരാത്മാവുണ്ട് എന്നുള്ള പഠിപ്പിക്കലുകൾ അങ്ങേയറ്റം വേദവിരുദ്ധമാണ്, അങ്ങേയറ്റം അശാസ്ത്രീയവുമാണ്. പിന്നെ എന്താണ്? മനുഷ്യൻ ആത്മാവാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. അവൻ എങ്ങനെയാണ് ആത്മാവായത്? ഹി ബിക്കെയിം എ ലിവിങ് സോൾ. അവൻ ജീവനുള്ള ഒരു ആത്മാവായി, അല്ലെങ്കിൽ അവനൊരു ജീവിയായി. അത് എപ്പോഴാണ്? ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞ് ഉണ്ടാക്കിയ ശരീരത്തിൽ ദൈവം ആ ജീവശ്വാസം പ്രവേശിപ്പിച്ചു.
എന്ന് പറഞ്ഞാൽ ഒരു ജീവശക്തി. ആ ജീവശ്വാസം അതുകൊണ്ടാണ് അനേകരെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ ഒരു വാക്കാണ്. അപ്പൊ ആ ജീവശ്വാസം ഊതി എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ ഒരു അംശം അവനിൽ പ്രവേശിച്ചു എന്നാണ്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി ഞാൻ ആ 4 ദിവസമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ മനുഷ്യനിൽ ഒരു അനന്തമായ ഒരു നാശമില്ലാത്ത ഒരു ആത്മാവ് സ്ഥിതി ചെയ്യുന്നു എന്നുള്ള ആ വിശ്വാസം വളരെ തെറ്റാണ്. അപ്പൊ മരണം എന്ന് പറയുന്നത് ജീവന്റെ വിനാശമാണ്. എക്സ്റ്റൻഷൻ ഓഫ് ലൈഫ് എന്ന് പറയും, ജീവന്റെ വിനാശം. അപ്പൊ എന്താണ് അതിപ്പോ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്? നാം നോക്കാം, മനുഷ്യൻ പാപത്തിന് ദൈവം കൊടുത്ത ശിക്ഷ എന്താ? അത് മറ്റൊന്നുമല്ല, അത് മരണമാണ് ദൈവം ശിക്ഷയായി കൊടുത്തത്. റോമാലേഖനം 6-ാം അധ്യായം ഇതിന്റെ 25-ാം വാക്യത്തിൽ നാം കാണുന്നു. എന്താ കാണുന്നത്? പാപത്തിന്റെ ശമ്പളം മരണം, ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ. ഇപ്പൊ പാപത്തിന്റെ ശമ്പളം മരണമാണ്. വീണ്ടും നാം യെഹെസ്കേൽ 18-ാം അധ്യായത്തിൽ കാണുന്നു, പാപം ചെയ്യുന്ന ദേഹി അത് മരിക്കും. ദ സോൾ ദാറ്റ് സിന്നത്ത് ഇറ്റ് ഷാൾ ഡൈ. ഉണ്ടോ? പാപം ചെയ്യുന്ന ആത്മാവ് മരിക്കുമെന്നാ. ഇന്ന് നമ്മുടെ മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ആത്മാവിന് മരണമില്ല, നാശമില്ലെന്നാ. അങ്ങനെ ഒരു വാക്യം നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കില്ല. ഇമ്മോർട്ടൽ സോൾ എന്ന ഒരു വാക്ക് വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അപ്പൊ അതേസമയം വേദപുസ്തകം പറയുന്നത് സോൾ ദാറ്റ് സിന്നത്ത് ഇറ്റ് ഷാൾ ഡൈ, പാപം ചെയ്യുന്ന ദേഹി അത് മരിക്കും. ഇതാണ് പാപത്തിന്റെ പാപത്തിന്റെ ശമ്പളമായി ദൈവം നൽകിയത്. എന്നാൽ എങ്ങനെയാണ് മനുഷ്യനിലേക്ക് ഇങ്ങനെ ഒരു അന്ധവിശ്വാസം? മനുഷ്യൻ മരിച്ചാൽ മരിക്കുന്നില്ല, അവന്റെ ആത്മാവ് ഇങ്ങനെ അങ്ങനെ അദൃശ്യ ലോകത്ത് അങ്ങനെ ജീവിക്കുകയാണ്. ആ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടി, അതിനുവേണ്ടി മരണാനന്തര ക്രിയകൾ, എന്തെല്ലാം ക്രിയകളാണ് നമ്മുടെ മതങ്ങൾ അനുഷ്ഠിക്കുന്നത്? ഒരു മനുഷ്യനെ എൻ്റെ ആത്മാവിനെ സ്വർഗത്തിലെത്തിക്കാൻ, മോക്ഷത്തിലെത്തിക്കാൻ വേണ്ടി നമ്മുടെ കർമ്മികളും പുരോഹിതന്മാരും എല്ലാം അനുഷ്ഠിക്കുന്ന കർമ്മമാർഗങ്ങൾ, അതിനെല്ലാം കനത്ത ഫീസ് ഈടാക്കിക്കൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ ഒരു വരുമാന മാർഗം. നോക്കട്ടെ, ചോദിക്കട്ടെ, അവർ നടത്തുന്ന ആചാരങ്ങൾ കൊണ്ട്, കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് ആത്മാവിനെ മോക്ഷത്തിലെത്തിക്കാൻ സാധിക്കും. പക്ഷേ വലിയൊരു ദുരവസ്ഥ നോക്കിയേ, ഈ ശരീരത്തെ, ആ ശരീരം ജീവൻ പോയി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് ജീർണിച്ചു തുടങ്ങും. പിന്നെ അതിനെ ആ ജീർണാവസ്ഥയിൽ നിന്നും അതിനെ സംരക്ഷിക്കണമെങ്കിൽ ഏതെങ്കിലും മോർച്ചറിയിൽ ഉപയോഗിക്കണം. അപ്പൊ നമ്മുടെ ഈ പുരോഹിതന്മാരുടെ ഒന്നും ഒരു കർമ്മങ്ങൾക്കും ഈ ശരീരത്തെ ജീർണതയില്ലാതെ സൂക്ഷിക്കാൻ സാധിക്കുകയില്ല. അതേസമയം അവർ പറയാ, ഇതിന്റെ ആത്മാവിനെ ഞങ്ങള് മോക്ഷത്തിലെത്തിച്ചുകൊള്ളാം. ഇങ്ങനെ മനുഷ്യനെ കബളിപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വിഷയം പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു ക്ലീൻ സ്ലേറ്റ്, വളരെ ക്ലീൻ ആയിരിക്കുന്ന ഒരു മനസ്സോടുകൂടി വേണം. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ മുൻവിധികളും നിങ്ങൾ മാറ്റിവെക്കണം. അല്പസമയം ശ്രദ്ധാപൂർവം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രവിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. ഇത് പൂർണ്ണമായും ദൈവത്തിന്റെ വചനം വസ്തുനിഷ്ഠമായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യമാണ്. ഒരു മതസംഘടനകളുടെയും കെട്ടുപാടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട്, ഒരു മതസംഘടനകളുടെയും പ്രേരണകൾ കൊണ്ട് പറയുന്നൊരു കാര്യമല്ല. ചില ചിന്തകൾ കടന്നു വന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ നിത്യകാലം ഒരു വ്യക്തിയെ ഒരു നിത്യദണ്ഡനത്തിലിട്ട് പീഡിപ്പിക്കുന്നത്? ഇത് നീതിമാനായ ഒരു ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണോ? സ്നേഹവാനായ ഒരു ദൈവം ചെയ്യുന്ന കാര്യമാണോ എന്ന് ന്യായമായും ചിന്തിച്ചപ്പോഴാണ് വേദപുസ്തകം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വസ്തുനിഷ്ഠമായി യാതൊരു മുൻവിധികളുമില്ലാതെ വിശുദ്ധ വേദപുസ്തകം പഠിച്ചതിന്റെ ഫലമായിട്ടാണ്. അപ്പൊ ദൈവത്തിന്റെ അവന്റെ സ്വഭാവം സ്നേഹമാണ്, നമുക്ക് യാതൊരു സംശയവുമില്ല. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു എന്നാ പറഞ്ഞു. ആ ദൈവം താൻ സൃഷ്ടിച്ച സകല മനുഷ്യരെയും നിത്യകാലം ഒരു അഗ്നികുണ്ഡത്തിലിട്ട് വേദനിപ്പിക്കും, പീഡിപ്പിക്കും, ദണ്ഡിപ്പിക്കും എന്നെല്ലാം പറഞ്ഞാൽ അതെങ്ങനെ നമ്മുടെ ചിന്തയ്ക്ക്, അത് നമ്മുടെ യുക്തിബോധത്തിന് നിരക്കും? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. അതിനു മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരിക. നാം നോക്കുക,
ഈ വേദപുസ്തകത്തിൽ മരണത്തിൽ നാം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ബൈബിൾ നമ്മോട് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം ആദാമിനോട് പറയുന്നത്, നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന്. അപ്പൊ നീ പാപം ചെയ്തു. ആദാമിനോട് ചോദിച്ചു, ഞാൻ കൽപ്പിച്ച തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ? ആദാം സമ്മതിച്ചു, കള്ളത്തിനൊന്നും പറഞ്ഞില്ല, ഞാൻ തിന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, നീ എന്റെ നിയമം ലംഘിച്ചത് കൊണ്ട്, കൽപ്പന ലംഘിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞ ശിക്ഷയ്ക്ക് നിന്നെ ഞാൻ വിധിക്കുക. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരുമെന്നാ പറഞ്ഞത്. നോക്കുക, അപ്പൊ മനുഷ്യൻ മരിച്ചാൽ എങ്ങോട്ട് പോകുമെന്നാ ബൈബിൾ പറയുന്നത്. 90-ാം സങ്കീർത്തനത്തിൽ മോശ പറയുക, ദൈവപുരുഷനായ മോശ പറയുക, മർത്യനെ നീ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, പുത്രരെ മടങ്ങി വരുവീൻ എന്നും നീ അരുളി ചെയ്യുന്നു. അപ്പം മർത്യനെ നീ പൊടിയിലേക്ക് തിരികെ ചേരുമാറാക്കുന്നു. അപ്പൊ മനുഷ്യൻ മരിച്ചാൽ എങ്ങോട്ടാ പോകുന്നത്? പൊടിയിലേക്ക് മടങ്ങി പോവുകയാ. എന്നിട്ടോ ആ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു. എവിടെ നിന്ന് അവൻ എടുത്തു അവിടേക്ക് മടങ്ങി വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മനുഷ്യന്റെ ഈ മരണത്തിൽ അവൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് അതിനെ സംബന്ധിച്ചുള്ള വലിയൊരു ചിന്തയാണ്. മനുഷ്യൻ പാതാളത്തിലേക്ക് പോകുന്നു, നരകത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയാൻ എന്താ കാരണം? മരിക്കുന്ന ഒരു വ്യക്തി, ഞാൻ എൻ്റെ ക്രിസ്തുവിനെ കുറിച്ച് പറയും, അവന്റെ പ്രാണൻ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. പ്രാണൻ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. പാതാളം എന്നുള്ള ഒരു വാക്ക് അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു? അതൊരു ദണ്ഡനാസ്ഥലമായിട്ട്, കുറച്ചു പേർക്കുള്ള ഒരു ദണ്ഡന സ്ഥലമായും മറ്റു കുറച്ചു പേർക്കുള്ള ഒരു സംരക്ഷണ സ്ഥലമായും പാതാളത്തെ കാണുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ പാതാളമെന്നും നരകമെന്നും ഒക്കെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന പദം, അതിൻ്റെ മൂലപദം എന്താണ്? അത് നാം എബ്രായ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ അത് ഷിയോൽ എന്നുള്ള ഒരു എബ്രായ വാക്കിനെയാണ്, പദത്തെയാണ് പാതാളമെന്നും നരകമെന്നും എല്ലാം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, നരകമെന്ന് ഈ പദത്തെ മലയാള വേദപുസ്തകത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടില്ല. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പഴയ നിയമത്തിലുള്ള 39 പുസ്തകങ്ങളിലും ഈ ഷിയോൽ എന്നുള്ള പദത്തെ, അതിനെ നരകമെന്ന് പരിഭാഷപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇംഗ്ലീഷുകാർ വെച്ചിട്ടുണ്ട്. അതായത് KJV, കിങ് ജെയിംസ് വേർഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ ഈ പദത്തെ നരകം, ഹെൽ എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് 65 പ്രാവശ്യമാണ് വേദപുസ്തകത്തിൽ ഈ ഷിയോൽ എന്നുള്ള പദം പഴയ നിയമ വേദപുസ്തകത്തിൽ, അല്ലെ പഴയ നിയമത്തിൽ വരുന്നത് 65 പ്രാവശ്യമാണ്. അതിൽ 31 തവണ ഈ പദത്തെ ഹെൽ എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. 31 തവണ ഈ പദത്തെ ഗ്രേവ് എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുക. 3 തവണ ഈ പദത്തെ പിറ്റ് എന്ന് പരിഭാഷപ്പെടുത്തി. അപ്പൊ ഇംഗ്ലീഷിൽ ഹെല്ലെന്നും ഗ്രേവെന്നും പിറ്റെന്നുമായി പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. ഏതാ? KJV എന്ന് പറയുന്ന ആദ്യകാല ഇംഗ്ലീഷ് പരിഭാഷയിൽ. എന്നാൽ ഇന്നത്തെ പുതിയ ഭാഷാന്തരങ്ങളിൽ NIV, ന്യൂ ഇന്റർനാഷണൽ വേർഷൻ, ഇംപ്രൂവ്ഡ് വേർഷൻ, RSV, ഇങ്ങനെയൊക്കെ പറയുന്ന അനേകം പരിഭാഷകളുണ്ട്. ഈ പരിഭാഷകളിലൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ പദത്തെ പരിഭാഷപ്പെടുത്തുന്നില്ല. അതിൻ്റെ മൂലവാക്കായിരിക്കുന്ന ഷിയോൽ എന്ന് തന്നെയാ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നമ്മുടെ NIV-യിൽ പലയിടത്തും കാണുന്നത് അതിനെ ഗ്രേവ് എന്ന് തന്നെയാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഹെല്ലെന്ന് KJV പരിഭാഷപ്പെടുത്തിയ പല സ്ഥലങ്ങളിലും അതിനെ ഗ്രേവ് എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുക. സമയക്കുറവ് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ 65 ഭാഗങ്ങളും നിങ്ങളുടെ മുമ്പിൽ എടുത്തു തരാമായിരുന്നു. അവിടെ ഓരോ സ്ഥലത്തും എങ്ങനെയാണ് പരിഭാഷകൾ നടത്തിയിരിക്കുന്നത്. ഇതിലെനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നോക്കുക, ഈ 65 പ്രാവശ്യത്തിൽ 31 പ്രാവശ്യം ഹെല്ലെന്ന് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയ സ്ഥലങ്ങളിലെല്ലാം മലയാള വേദപുസ്തകത്തിൽ അതിനെ പാതാളമെന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതെന്താ? ഒരൊറ്റ സ്ഥലത്ത് പോലും നരകം എന്ന ഒരു വാക്ക്, ഒരു പദം നിങ്ങൾക്ക് ഈ ഷിയോൽ എന്നുള്ള പദത്തെ പരിഭാഷപ്പെടുത്തി കാണാൻ സാധിക്കില്ല. അല്ലാതെ 2 സ്ഥലങ്ങളിൽ നരകമെന്ന് മലയാള വേദപുസ്തകത്തിലുണ്ട്.
അത് മറ്റൊരു വാക്കാ. അബദോൻ എന്ന് പറയുന്ന ഒരു വാക്കാ. ഡിസ്ട്രക്ഷൻ എന്നാണ് അതിന്റെ അർത്ഥം. ആ വാക്കിനാണ് നരകം എന്ന് മലയാളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു പഴയ നിയമത്തിൽ. എന്നാൽ ഈ ഷിയോൽ എന്നുള്ള പദത്തെ ഹെല്ലെന്ന് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയ ആ പദത്തെ എങ്ങനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു? പാതാളം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു 31 തവണയും. ഇനി 31 തവണ ഇതിനെ ശവക്കുഴി എന്നാ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. 3 തവണ ഇതിനെ വെറും കുഴി എന്നാ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാ? മനുഷ്യൻ പാപികൾ ഇങ്ങനെ ഒരു നിത്യയാതനയുടെ സ്ഥലമാണ് ഹെല്ലെങ്കിൽ, ഈ പാതാളമെങ്കിൽ അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പരിഭാഷാകർത്താക്കൾ ഇതിനെ ഒരു ദണ്ഡന സ്ഥലമായി ചിത്രീകരിക്കാൻ മടിക്കുന്നത്? എന്തുകൊണ്ടാ? അവർക്കറിയാം പറയുന്നത് ശരിയല്ല. ഇനി KJV എന്തുകൊണ്ടാ ഇതിനെ ഹെല്ലെന്ന് പറയേണ്ടി വന്നത്? അതിന്റെ ഒരു സാഹചര്യം, പഴയ കാല ഭാഷ, ഈ ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥം ഈ കിങ് ജെയിംസ് എന്ന് പറയുന്ന രാജാവിന്റെ കാലത്താണ് ഈ കിങ് ജെയിംസ് വേർഷൻ ഉണ്ടാകുന്നത്. ആ കാലത്തുള്ള ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഹെല്ലെന്നുള്ള വാക്കിന്റെ അർത്ഥം മറ്റൊന്നാണ്. നമ്മൾ ഈ കിഴങ്ങുവർഗ്ഗങ്ങൾ കുഴിച്ചിടുക, അല്ലെ മണ്ണിൽ മൂടി വെക്കുന്നു, അത് കുഴിച്ചിടുകയാണ്. അപ്പൊ അതിനെ ഹെല്ലിംഗ് എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. പുരമേയുന്നതിനെ ഹെല്ലിംഗ് എന്നാ പറഞ്ഞു. ഇപ്പൊ പഴയ ഭാഷാന്തര ഇംഗ്ലീഷ് ഭാഷയുടെ ഹെല്ലെന്നുള്ളതിന്റെ അർത്ഥം പുരമേയുകയെന്നോ ഒരു കിഴങ്ങുവർഗം നമ്മൾ മണ്ണിൽ കുഴിച്ചിടുകയെന്നോ ഒക്കെ അതിന്റെ അർത്ഥം. അപ്രകാരമാണ്. ഇപ്പൊ മനുഷ്യൻ മരിച്ചവനെ ശവക്കുഴിയിൽ അടക്കുമ്പോൾ അവനെ ഒരു കിഴങ്ങ് കുഴിച്ചിടുമ്പോൾ ഒരു പ്രത്യാശയുണ്ട്. എന്താ? മണ്ണിട്ട് മൂടി വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ കിഴങ്ങ് ഒരു പൊട്ടറ്റോ അല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങായിക്കോട്ടെ, അത് മുളച്ചു വരും. മനുഷ്യനെ സംബന്ധിച്ചും അത് തന്നെയാണ്. മനുഷ്യൻ ഈ പ്രകാരം മരിച്ചു മണ്ണോട് മണ്ണായി ചേരുന്ന മനുഷ്യൻ കുറെ കാലം കഴിയുമ്പോൾ, എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പുനരാഗമനത്തിൽ അവൻ ജീവനുള്ളവനായി മടങ്ങി വരും. അവന്റെ ആ ജീവന്റെ മുള അവനിൽ പൊട്ടി മുളയ്ക്കും. അപ്പൊ ഈ ഹെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആശയമാണ് അതിലുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, എന്തുകൊണ്ട് ഈ വാക്കിനെ നരകമെന്ന്, ഒരു ദണ്ഡനാ സ്ഥലമെന്ന് മലയാള ഭാഷാന്തരകർത്താക്കൾ ഭാഷാന്തരപ്പെടുത്താതെ അതിന് മറ്റൊരു പദം ഉപയോഗിച്ചു? ഇനി നിങ്ങൾ ഒരു കാര്യം നോക്കുക. നമ്മുടെ പൂർവ്വപിതാവായിരിക്കുന്ന യാക്കോബ് പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം 35-36 അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ നരയെ ദുഃഖത്തോടുകൂടി എൻ്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങും. നിങ്ങൾ എൻ്റെ നരയെ എൻ്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമാറാക്കുമെന്നാ പറയുന്നത്. എൻ്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. യാക്കോബ് പറയുക, ഈ പാതാളം എന്ന് പറയുന്ന ഒരു യാതനാസ്ഥലമാണെങ്കിൽ യാക്കോബ് അങ്ങനെ ഒരു യാതനാസ്ഥലത്ത് പോകുമോ? അങ്ങനെ പോകത്തക്കവണ്ണം ദൈവം അവനെ യാതനാസ്ഥലത്തേക്ക് തള്ളിക്കളയുമോ? അപ്പൊ അങ്ങനെ നീതിമാന്മാരായിരിക്കുന്ന എത്രയോ പേർ പാതാളത്തിലേക്ക് പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ അർത്ഥം എന്താ? പാതാളത്തെ ഞാൻ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്, പാതാളം ഇങ്ങനെ ഒരു യാതനാസ്ഥലമാണെങ്കിൽ അതിനെ ഒരു വീടായി പ്രതീക്ഷിക്കുമോ? നമ്മൾ 31-ാം സങ്കീർത്തനത്തിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാ കാണുന്നത്, ദുഷ്ടന്മാർ ലജ്ജിച്ചു പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. ദുഷ്ടന്മാർ പാതാളത്തിൽ ലജ്ജിച്ച് മൗനമായിരിക്കണം. ദുഷ്ടന്മാർ പാതാളം ദുഷ്ടന്മാരെ ദണ്ഡിപ്പിക്കാൻ ഒരു സ്ഥലമാണെങ്കിൽ അവിടെ അവർ മൗനമായിരിക്കട്ടെ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? നമ്മൾ 49-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, പാതാളം അവരുടെ പാർപ്പിടം, എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്നും വീണ്ടെടുക്കും. അപ്പൊ എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്നും വീണ്ടെടുക്കും. അപ്പൊ പാതാളം ഒരു നിത്യയാതനാസ്ഥലമാണെങ്കിൽ അവിടെ നിന്നും ഈ സങ്കീർത്തനക്കാരന്റെ പ്രാണനെ വീണ്ടെടുക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അപ്പൊ അത് നിത്യയാതനയ്ക്കുള്ള ഒരു സ്ഥലമായി മാറുന്നില്ല എന്നുള്ളതല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും പറയാം, ഇനി പലരും പറയുന്നു യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും. 1 ശമൂവേൽ 2-ന്റെ-6-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു,
പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇത് എബ്രായ ഭാഷയിലെ പാരലിസം എന്ന് പറയുന്ന ഒരു ഉപമയാണ്, ഒരു അലങ്കാരമാണ്. ഒരു ഉപമ എന്നുള്ളതല്ല, ഒരു അലങ്കാരമാണ്. ആ അലങ്കാരത്തിന്റെ പേര് പാരലലിസം എന്ന് പറഞ്ഞാൽ ഒരേ ആശയത്തെ തന്നെ രണ്ട് വാക്കുകളിൽ കൂടെ അല്ലെങ്കിൽ രണ്ട് വാക്യങ്ങളിൽ കൂടെ ഒരേ ആശയം റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് പറയുക. ആദ്യം പറയുന്ന അതേ ആശയം മറ്റു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും പറയുക. അതാണ് പാരലിസം എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന് തുല്യമായി മറ്റൊരു രീതിയിൽ മറ്റൊരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എഴുത്തുകാരൻ പറയുക, യഹോവ പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. അപ്പൊ യഹോവ കൊല്ലുന്നു എന്ന് പറയുന്നതിന് തുല്യമായ മറ്റൊരു വാക്കാണ് പാതാളത്തിൽ ഇറക്കുക എന്ന് പറയുന്നത്. ജീവിപ്പിക്കുന്നു എന്നുള്ളതിന് തുല്യമായ ഒരു വാക്കാണ് ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? പാതാളത്തിൽ ഇറക്കുകയും ജീവിപ്പിക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. അവൻ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി പറയാം, 1 രാജാക്കന്മാർ 2:6 പറയാം, അവന്റെ നരയെ സമാധാനത്തോടെ പാതാളത്തിൽ ഇറങ്ങുവാൻ സമ്മതിക്കരുതെന്നാ പറയുന്നത്. അവന്റെ നരയെ സമാധാനത്തോടെ പാതാളത്തിൽ ഇറങ്ങാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞാൽ അവനെ ഈ ആയുസിൽ തന്നെ അവനെ ചില ഇത് പറയുന്ന സാഹചര്യങ്ങൾ അവനെ കൊല്ലണം, അല്ലെങ്കിൽ അവനെ ഉപദ്രവം ഉണ്ടാകണം ഈ ആയുസിൽ. അതാണ് പറയുന്നത്. ഇയ്യോബ് പറയാം, ഇയ്യോബിന്റെ 14-ാം അധ്യായം 13-ാം വാക്യം, നീ എന്നെ പാതാളത്തിൽ മറച്ചു വയ്ക്കുകയും നിന്റെ കോപം കഴിയുവോളം എന്നെ ഒളിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. നീ എന്നെ പാതാളത്തിൽ മറച്ചു വെക്കണം, നിന്റെ കോപം കഴിയുവോളം എന്നെ ഒളിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു എന്നാ പറഞ്ഞത്. പാതാളം ഇങ്ങനെ ഒരു യാതനാ സ്ഥലമാണെങ്കിൽ അവിടെ ഒളിപ്പിച്ചു വെക്കണം എന്ന് എന്തുകൊണ്ട് ഇയ്യോബ് ആവശ്യപ്പെടുന്നു? അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ഒളിപ്പിച്ചു വെക്കാൻ പറയാൻ പറ്റുമോ? അങ്ങനെ ആ യാതനാ സ്ഥലത്ത് പോയി അവിടെ യാതന അനുഭവിച്ച് ജീവിക്കാം എന്നാണോ ഇയ്യോബ് കരുതിയത്? വീണ്ടും പറയാം, ഞാനോ പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു, ഇരുട്ടിൽ ഞാൻ എൻ്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. അപ്പൊ ഇയ്യോബിനെ പറയാ, പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു. പാതാളം ഒരു യാതനാ സ്ഥലമാണെങ്കിൽ ഇപ്രകാരം ഒരു വീടായിട്ട് നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റും? എന്നിട്ട് അവിടെ എന്താ? ഇരുട്ടിൽ ഞാൻ എൻ്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. ഇപ്പൊ പാതാളം ഒരു അന്ധകാരത്തിന്റെ അവസ്ഥയാ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയുടെ അവസ്ഥയാ. ശവക്കുഴിയിൽ എന്താണ് അവസ്ഥ? ശവക്കുഴിയുടെ അതാണ് പാതാളത്തിന്റെ അവസ്ഥ. ഇരുട്ടിൽ അവിടെ നിത്യദണ്ഡനം, ഗന്ധകം കത്തുന്ന തീയും അഗ്നി തടാകവുമാണെങ്കിൽ അവിടെ എങ്ങനെ അത് ഇരുട്ടിന്റെ അനുഭവം അവിടെ ഉണ്ടാകും? സങ്കീർത്തനത്തിന് 5-ാം വാക്യത്തിൽ പറയാം, മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ, പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും. അപ്പൊ മരണത്തിൽ ദൈവത്തെക്കുറിച്ച് ആർക്കും ഓർമ്മയില്ല. കാരണം സഭാപ്രസംഗി പറയുന്നുണ്ട്, എന്താ? നീ ചെല്ലുന്ന പാതാളത്തിൽ അറിവില്ല, സൂത്രമില്ല, ജ്ഞാനമില്ല. നിന്റെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും അവിടെ നഷ്ടപ്പെട്ടു പോവുക. നിന്റെ തലച്ചോറ് ദ്രവിച്ചു മണ്ണോട് മണ്ണായി കഴിയുന്നു. ജീവൻ നിന്നിൽ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നിന്റെ എല്ലാ ചിത്തവൃത്തി വികാരങ്ങളും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പറയാം, നീ ചെല്ലുന്ന പാതാളത്തിൽ അറിവില്ല, സൂത്രമില്ല, ജ്ഞാനമില്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാ, മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ല, പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും. നോക്കുക, അപ്പൊ പാതാളത്തിൽ കിടക്കുന്ന അവർ ഇപ്രകാരം യാതന അനുഭവിക്കുകയാണെങ്കിൽ ഒരു നിമിഷമെങ്കിലും ദൈവത്തോട് അപേക്ഷിക്കൂലേ, ഞങ്ങളെ ഇവിടെ നിന്നും ഒന്ന് മോചിപ്പിക്കണമേ എന്ന് പറയാതിരിക്കുവോ? ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ നോക്കുക. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി 30-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം പറയുക, യഹോവേ നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരേറ്റിയിരിക്കുന്നു, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. പാതാളത്തിൽ നിന്നും എന്നെ കരേറ്റി, എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരേറ്റി എന്ന് പറഞ്ഞാൽ തൽക്കാലം മരണം ഉണ്ടാകേണ്ട സാഹചര്യത്തിൽ അവനെ ആ മരണത്തിൽ നിന്നും വിടുവിച്ചു. അതാണ് അതിന്റെ പാരലിസമായിട്ട് പിന്നെ പറയുന്നത്, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന്. കുഴിയിൽ ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ മരിച്ച്
അവനെ ശവക്കുഴിയിൽ അടക്കുന്നതിനെയാണ്, അവന്റെ മരണത്തെയാണ് കാണിക്കുന്നത്. അതാണല്ലോ പറഞ്ഞത്, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരേറ്റിയിരിക്കുന്നു. അപ്പൊ പാതാളത്തിന്റെ സ്വഭാവം എന്താ? ഇത് പലരും പറയും എന്താ, ഇത് രണ്ട് തട്ടുണ്ടെന്നാ പറയുന്നത്. നീതിമാന്മാര് വസിക്കുന്ന ഒരു തട്ട്. അങ്ങനെയാണെങ്കിൽ ദാവീദ് പറയുക, നീ എൻ്റെ പ്രാണനെ അധമപാതാളത്തിൽ വിട്ടുകളഞ്ഞു എന്നാ പറഞ്ഞു. നീ എൻ്റെ പ്രാണനെ അധമപാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അപ്പൊ അധമപാതാളത്തിൽ ദാവീദ് പോവുമോ? അങ്ങനെ ഇത് നീതിമാന്മാർക്കുള്ള അത് സാധാരണ പാതാളവും പാപികൾക്കുള്ളത് പാതാളവുമാണ് ആണെങ്കിൽ ഇതിന് ദാവീദ് അങ്ങനെ പറയുന്ന അധമപാതാളത്തിൽ നീ എന്നെ വിട്ടുകളഞ്ഞില്ല. അപ്പൊ ദാവീദ് അധമപാതാളത്തിൽ പോകാതെ അവിടെ വിട്ടുകളയാൻ പറ്റുമോ? അപ്പൊ ഇതൊക്കെ എന്താ? ഇത് ഭാഷാ ശൈലിയാണ്. ആ മരണത്തിന്റെ കാഠിന്യം നമ്മെ കാണിക്കുന്നതാണ്. നമ്മളിപ്പോ പറയും ഇരുട്ടിനെ കുറിച്ച്, അയ്യോ ഇന്നലെ കുറ്റാക്കുറ്റിരുട്ടായിരുന്നു, നമ്മൾ അറിയില്ലേ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടു തരം ആ ഇരുട്ടിന്റെ കാഠിന്യമാണ് നമ്മൾ കാണിക്കുന്നത്. കുറ്റാക്കുറ്റിരുട്ട് എന്ന് പറയുമ്പോൾ അധമ പാതാളം എന്ന് പറയുന്നത് പോലെ തന്നെ കുറ്റാക്കുറ്റിരുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇരുട്ടിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ രാത്രിയുടെ രണ്ട് വശങ്ങളുണ്ടെന്നാണോ അതിന്റെ അർത്ഥം? നമ്മൾ നോക്കുക. ഇനി ഇങ്ങനെ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ഒത്തിരി ഉണ്ട്, പക്ഷേ സമയം പോകുന്നു. ഞാൻ ഇതിന് മറ്റൊരു ഭാഗത്തേക്ക് ഇന്ന് സൂചിപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ഞാൻ ഇന്നലത്തെ ഇത് പറഞ്ഞു നിർത്തിയത് യേശു പറയുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ്. ഇനി ഇതിന്റെ യേശു നരകം നീ രണ്ട് കണ്ണുമുള്ളവനായി അഗ്നി നരകത്തിൽ പോവുക എന്ന് ഒരു പ്രയോഗം ക്രിസ്തു നടത്തിയിട്ടുണ്ട്. അപ്പൊ നരകമില്ലെങ്കിൽ ക്രിസ്തു അങ്ങനെ പറയുമോ എന്നൊരു ചോദ്യം അവിടെ വരും. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരും. അപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞു ഷിയോൽ എന്നുള്ള പദം, ഇതിന് തുല്യമായി പുതിയ നിയമത്തിൽ വന്നിരിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് ഹേഡീസ് എന്നുള്ളൊരു വാക്കാണ്. പഴയ നിയമത്തിൽ ഷിയോൽ എന്ന് പറഞ്ഞ് പാതാളമെന്ന് അല്ലെങ്കിൽ ശവക്കുഴി എന്ന്, കുഴി എന്നെല്ലാം പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഈ ഷിയോൽ എന്നുള്ള പദത്തിന്റെ തുല്യമായ ഗ്രീക്ക് പദം പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. ആ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹേഡീസ് എന്നൊരു വാക്കാണ്. നിങ്ങൾ മനസ്സിലാക്കുക പ്രിയമുള്ളവരെ, ഇവിടെയും ഈ ഹേഡീസ് എന്നുള്ള ആ വാക്ക് പുതിയ നിയമത്തിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ട്? 11 സ്ഥലങ്ങളിലാണ് വന്നിരിക്കുന്നത്. ഞാൻ പറയാമത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 23, 16-ന്റെ 18, ലൂക്കോസ് 10-ന്റെ 15, 16-ന്റെ 23, അപ്പോസ്തല പ്രവർത്തികൾ 2-ന്റെ 31, വെളിപാട് പുസ്തകം 1-ന്റെ 18, 6-ന്റെ 8, 20-ന്റെ 13, 14 എന്നീ ഭാഗങ്ങളിൽ ഇത് ഹേഡീസ് എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പഴയ നിയമത്തിൽ ഷിയോൽ എന്ന പറഞ്ഞ വാക്കിന് തുല്യമാണ്. ഇത് എങ്ങനെയാണ് അതിന് തുല്യമാണെന്ന് അറിയുന്നതെന്ന് അതിന് വേറെ നമുക്ക് ന്യായമുണ്ട്. ഇപ്പൊ പഴയ നിയമത്തിൽ ഒരു യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് സങ്കീർത്തനത്തിൽ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല എന്ന്. അത് പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ അത് ഉദ്ധരിക്കുമ്പോൾ അവിടെ പ്രയോഗിക്കുന്ന വാക്ക് പഴയ നിയമത്തിൽ ഷിയോൽ എന്ന് ഉപയോഗിച്ചിടത്ത് ഇവിടെ ഹേഡീസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെ അതിന്റെ തെളിവ്. അപ്പൊ ഷിയോലിന് തത്തുല്യമായ വാക്കാണ്, പദമാണ് ഹേഡീസ് എന്നുള്ളത്. അപ്പൊ ഇവിടെ 11 തവണ പുതിയ നിയമത്തിൽ ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ ഒന്നും ഇതിനെ നരകം എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് ഖണ്ഡിതമായി പറയുകയാണ്. അവിടെ മലയാളത്തിൽ അതിനെ നരകമെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് അവിടെ നരകമെന്ന് ഈ പുതിയ നിയമ പരിഭാഷാകർത്താക്കൾ അതിനെ പ്രയോഗിക്കാഞ്ഞത്? എന്നാൽ യേശു മറ്റു ചില സ്ഥലങ്ങളിൽ 12 ഇടങ്ങളിൽ യേശു നരകമെന്ന് യേശു പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്, അത് ഗീഹന്നെ എന്ന. ഈ പദത്തെ നരകമെന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് മലയാളത്തിൽ. ഞാനത് ആ ഭാഗം ഞാൻ ഉദ്ധരിക്കുന്നില്ല, പക്ഷെ ആ ഭാഗം ഞാൻ പറയാം. ഇപ്പോഴും അത് മത്തായിയുടെ സുവിശേഷം 5-ന്റെ 22, 5-ന്റെ 29, 30, 10-ന്റെ 28, 18-ന്റെ 19, 23-ന്റെ 15, 33, മർക്കോസിന്റെ സുവിശേഷം 9-ന്റെ 43, 45, 47, ലൂക്കോസിന്റെ സുവിശേഷം 12-ന്റെ 5, യാക്കോബിന്റെ ലേഖനം 3-ന്റെ 6. ഈ ഭാഗങ്ങളിലെല്ലാം ഇവിടെ ഗീഹന് നരകമെന്ന് പദം വരുന്നുണ്ട് മലയാളത്തിൽ തന്നെ. പക്ഷെ അത് ഗീഹന്നെ എന്നുള്ളൊരു വാക്കിനെ ക്രിസ്തു അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്
ഹേഡീസ് എന്നുള്ള വാക്കല്ല, ഗീഹന്യ എന്നുള്ള വാക്കാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ നാളെ ആ ഗീഹന്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നും അതിന്റെ സാഹചര്യങ്ങളും ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. അതുകൊണ്ട് ഇത്രയും സമയം എന്നെ കേട്ട പ്രിയപ്പെട്ടവർക്കെല്ലാം കർത്തൃനാമത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. നമുക്ക് വീണ്ടും നാളെ കാണാൻ ദൈവം അവസരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ വാക്യങ്ങൾ ഞാൻ വിരമിക്കുന്നു.